So, Real Madrid versus Espanyol. Finally, our La Liga is back. അത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലബ് ഫുട്ബോൾ തിരിച്ചെത്തി എന്ന് പറയുന്നത്. കാരണം ഒരു വേൾഡ് കപ്പിന്റെ ആ ഒരു മറ്റേ ഇമോഷണൽ ഫാൻസിന്റെയും സീസണൽ ഫാൻസിന്റെയും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി നമ്മൾ സമാധാനമായി ക്ലബ് ഫുട്ബോളിലോട്ട് കടക്കുകയാണ്. ഞാനൊരു റയൽ മാഡ്രിഡോടെയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സീസൺ ഫ്രഷ് ആയിട്ട് റയൽ മാഡ്രിഡിലൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കോച്ചിനെ മാറ്റിയിട്ടുണ്ട്, അങ്ങനെ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി റയൽ മാഡ്രിഡ് ഫസ്റ്റ് മാച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊസെ മൊറീനോയുടെ അണ്ടറിൽ റയൽ മാഡ്രിഡ് എങ്ങനെയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലർക്കും ഉണ്ടാവും. അത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ പുതിയ സൈനിങ്സ് നമ്മുടെ ഡംഫ്രൈസ്, കൊണാട്ടെ, ബെർണാഡോ സിൽവ, എഫ്സി, ഡയമണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ എല്ലാവരെയും കഴിഞ്ഞ മാച്ചിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഹൊസെ മൊറീനോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യണം. ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യണം. പിന്നെ നിലവിലുള്ള പ്ലേയേഴ്സ് എംബാപ്പെ, വിനി, ഇവർ തമ്മിൽ പഴയ പോലെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ എവിടെയാണ് നിർത്തി അവിടെ തന്നെയാണ് റീസെറ്റ് ചെയ്തതോ അതിൽ ചേഞ്ചസ് ഉണ്ടോ, ഇവർ തമ്മിൽ സിംഗിൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം അതും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഡിഫൻസ് കഴിഞ്ഞ സീസണിൽ നമുക്ക് വളരെ ശോകമായിട്ട് റയലിന് തോന്നിയ ഒരു കാര്യമാണ് അവർ ഡിഫൻസ്. അതൊരു പ്രശ്നമായിരുന്നു കഴിഞ്ഞ സീസണിൽ. അതെങ്ങനെയുണ്ട് കൊണാട്ടയും ഡംഫ്രൈസ് ഒക്കെ വന്നതിന് ശേഷം അവരൊക്കെ ഇറക്കി നോക്കിയിട്ടുണ്ട്. കുക്കുറല്ല വന്നിട്ടുണ്ട്, 3 പേര് പുതിയ പ്ലേയേഴ്സാണ്. ആകെ ഒരു ഡീനി ഹ്യൂസൺ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ അവിടെ ഉള്ളത്. ഇപ്പോൾ കറന്റ് കഴിഞ്ഞ ദിവസം കളിച്ചത്. അപ്പം അതെങ്ങനെയുണ്ട് ആ ഒരു ചേഞ്ചസ്. മിഡിൽ ബെർണാഡോ സിൽവ മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ ബെർണാഡോ സിൽവ, ചൊമൈനി, പിന്നെ അതുപോലെ വാൽവെർദെ, ബെല്ലിംഗാം ഇവരുടെ കൂടെ വന്ന സമയത്ത് എങ്ങനെയുണ്ട് ആർദെ ഗുളർ, ഇവരുടെ കൂടെ വന്ന സമയത്ത് ബെർണാഡോ സിൽവ എങ്ങനെയാണ് റയൽ മാഡ്രിഡിൽ സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലർക്കും വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫുട്ബോൾ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. എസ്പെഷ്യലി റയൽ മാഡ്രിഡ് ഓഡിയൻസിന് അവർക്കും ഇതറിയാൻ ആഗ്രഹമുണ്ടാവും. അപ്പം നമുക്ക് മാച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാനോൾ. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചാണ്, എസ്പാനോളിന്റെ ഹോം മാച്ചാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് സ്റ്റാർട്ടിങ് തൊട്ടേ ഭയങ്കര ഇന്റൻസിറ്റിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടു ബി ഫ്രാങ്ക് പറയാലോ, റയൽ മാഡ്രിഡിന്റെ ഇന്നത്തെ മാച്ച് ഒരു പ്ലേയേഴ്സ് ബൈ പ്ലേയേഴ്സ് എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട്. അത് പറയും, ഓഫ് കോഴ്സ് പറയും. ടോട്ടലി ഹൊസെ മൊറീനോയുടെ അണ്ടറിൽ വിചാരിച്ചത്ര പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് എവിടെയാണോ കഴിഞ്ഞ സീസണിൽ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തതുപോലെ ഒരു ബെല്ലിംഗാം, ആർദെ ഗുളർ ഇവർ രണ്ടുപേരും നയിച്ച് കളിക്കുന്നുണ്ട്. വിനി, എംബാപ്പെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പാസ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. 2 ലെഫ്റ്റ് വിങ് അവിടെ കളിക്കുന്നുണ്ട്. ഇതിനൊരു ചേഞ്ച് ഇല്ലടേ. ഞാൻ ഈ ഹൊസെ മൊറീനോ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച കാര്യം ഇതിനൊരു ഈഗോ, ചരിത്രങ്ങൾ അങ്ങനെയാണല്ലോ. ഹൊസെ മൊറീനോ ഇതിന്റെ മുമ്പത്തെ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ, ഓസിൽ, റാമോസ് ഇവരൊക്കെ മാനേജ് ചെയ്ത് ക്രിസ്ത്യാനോ വരെ ഒരു പ്രാവശ്യം മൊറീനോയുടെ ചീത്ത കേട്ട് കരഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൊറീനോയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഈ എംബാപ്പെ, വിനി ഇവര് തമ്മിലുള്ള ആ ഒരു ഈഗോ ഒക്കെ ആവും ഞാൻ വിചാരിച്ചില്ല. അവിടെ അവർ തമ്മിൽ ആ ഒരു സിങ്ക് വരുന്നില്ല. അവർ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ പേഴ്സണലി പ്രശ്നങ്ങൾ ഉള്ളത് പോലെ തോന്നില്ല. ഓക്കെ, അതായത് ഇവർ തമ്മിൽ പേഴ്സണലി പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലി ബ്രില്യൻ്റ്ലി സ്കിൽഡ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ്. ഇവർ രണ്ടുപേരും സിങ്ക് ആയാൽ മാത്രമേ റയൽ മാഡ്രിഡിന് കാര്യം വർക്കൗട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എംബാപ്പേനെ കൊണ്ടുവരരുതായിരുന്നു. വിനി അവിടെ എല്ലാം പ്രൂവ് ചെയ്തു. വിനിയെ മെയിൻ മാൻ ആക്കിയാണ്ട് കണ്ടിന്യൂയിങ് ദ സീസൺ, അത് കഴിഞ്ഞിട്ടുള്ള സീസൺസ് എല്ലാം പോകണമായിരുന്നു. ഇത് എംബാപ്പേനെ കൊണ്ടുവരികയും ചെയ്തു. 2 ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിൽ സിങ്ക് വരാതെ പരിപാടി നടക്കില്ല. ഇത് ഫൈനൽ തേർഡിൽ എത്തുന്ന സമയത്ത് ഇന്നും ഉണ്ടായിരുന്നു എംബാപ്പയ്ക്ക് ഒരു ചാൻസ് കിട്ടിയ സമയത്ത് വിനിക്ക് പാസ് കൊടുക്കാൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എംബാപ്പെ ഡിനൈഡ് ആൻഡ് ടേക്ക് ഷോട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നത് എംബാപ്പയും വിനി തമ്മിൽ ഇൻഡിവിജ്വലി ഈഗോ, അവർ പേഴ്സണലി ഈഗോ ഉണ്ട് എന്നല്ല. പക്ഷെ അവർ ഫൈനൽ തേർഡിലെത്തുന്ന സമയത്ത് ഇവർ ഇൻഡിവിജ്വൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് അപ്പുറത്ത് കൊടുക്കുന്ന ആൾക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ 90% ഗോളാകട്ടെ ഇവരുടെ 10% ടാലന്റ് കൊണ്ട് ഇവന്മാർ ഈ 10% ഗോളാക്കാൻ നോക്കും. പക്ഷെ അത് ഫെയിൽ ആയി പോകും. അതും ക്രൂഷ്യൽ ടൈമിലാണ്. ആ ഒരു പ്രശ്നം ഈ ഒരു മാച്ചിലും നടന്നു. അത് പേഴ്സണലി ആസ് എ റയൽ മാഡ്രിഡ് ഓഡിയൻസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ തമ്മിലുള്ള ആ ഒരു സിങ്ക്, ഇവർ തമ്മിൽ എങ്ങനെങ്കിലും ആ ടീമിലെ ഓക്കെ ആക്കി ഇവരെ ഈഗോ ഒന്ന് മാൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹൊസെ മൊറീനോ സക്സസ് ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, കാരണം ഫൈനൽ തേർഡിൽ ഗോൾ വരണം. ഗോൾ വരാതെ ഒരു പരിപാടിയും നടക്കില്ല. കഴിഞ്ഞ ദിവസം ആരോ ഗോൾ ഇട്ട് വെടിമാറ ജൂഡ് ബെല്ലിംഗാം ആണ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ആർദെ ഗുളറിന്റെ ഒരു ബ്യൂട്ടിഫുൾ അസിസ്റ്റ് ഫ്രം ആർദെ ഗുളർ. ഒരു ബെല്ലിംഗാം ഒരു ഹെഡ് ചെയ്തു. 15ാമത്തെ മിനിറ്റ് തന്നെ റയൽ മാഡ്രിഡ് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ നമ്മൾ നടക്കുന്നത് 10 ഷോട്ട് എംബാപ്പെ എടുത്തു, 3 ഓൺ ടാർഗറ്റ് ആയിട്ടുണ്ട്.
പക്ഷെ 2 ബിഗ് ചാൻസസ് എംബാപ്പെ മിസ് ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ആകെ മിസ് ചെയ്തത് 3 ബിഗ് ചാൻസസ്, അതിൽ 2 മിസ് ചെയ്തത് എംബാപ്പയാണ്. ഓക്കെ, പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞത് എണ്ണത്തിൽ കുറെ ഷോട്ട് ഉണ്ടെങ്കിൽ ചിലതൊക്കെ പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആവേണ്ട ബോളൊക്കെയാണ് എംബാപ്പെ ഷോട്ട് എടുക്കുന്നത്. വിനിയും മോശമല്ല. ഓക്കെ, എംബാപ്പനെ മാത്രം പഴിച്ചായിരുന്നല്ലോ, വിനിയും മോശമൊന്നുമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു എംബാപ്പെ വിനി ഇഷ്യൂ. അതിൽ ഹോസെ മൗറിനോ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ, ഇത് ഇവിടെ കഴിഞ്ഞ സീസണിൽ എവിടെയാണ് ഇവർ നിർത്തിയത് അവിടെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആ 2 ലെഫ്റ്റ് വിങ് കോൺസെപ്റ്റ് അത് നമുക്ക് റയലിന് ആക്ച്വലി ആവശ്യമില്ല. പേഴ്സണലി എംബാപ്പേനെ ഒരു സ്ട്രൈക്കറായിട്ട് ഇപ്പൊ കാർലോസ് എഫ്സി വന്ന സമയത്ത് ആ ചങ്ങയ്ക്ക് ആസ് എ സ്ട്രൈക്കർ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പൊസിഷണൽ സ്ട്രൈക്കറാണ് കേട്ടോ. ഒരു ഗോൾ വന്ന് അതായത് അവിടെ എംബാപ്പെ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി. കാരണം ലെഫ്റ്റ് വിങ് വിനിന്റെ ഏരിയയാണ്. വിനീനെ ലെഫ്റ്റ് വിങ് അല്ലാതെ ഒരു സ്ട്രൈക്കറോ റൈറ്റ് വിങ് ആക്കി കളിപ്പിച്ചിട്ട് കാര്യമില്ല. വിനി ലെഫ്റ്റ് വിങ് കളിച്ച് കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് വിങ് വിനിക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കാം. എംബാപ്പെ റൈറ്റ് വിങ്ങോ കളിപ്പിക്കാം. റൈറ്റ് വിങ്ങും വിനി കളിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡയമണ്ട്, റോഡ്രിഗോ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എംബാപ്പെ ആയിരിക്കും മെയിൻ മാൻ റയൽ മാഡ്രിഡിന്റെ. ഓക്കെ, അത് വിനി ആവില്ല. അത് ഓഫ് കോഴ്സ് നമുക്ക് അറിയുന്ന കാര്യമാണ്. എംബാപ്പേനെ മെയിൻ മാൻ ആക്കിയാണ്ട് വെച്ചാണ്ടായിരിക്കും ഇവരുടെ കളി ഉണ്ടാവുക. പക്ഷെ വിനിന് ആ ഒരു ലെഫ്റ്റ് വിങ് പുള്ളിയുടെ ഏരിയയാണ്, അത് പുള്ളിക്കാട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഈ ഒരു ടോപ്പിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ട. ഓക്കെ, അത് നമുക്ക് വിട്ടേക്കാം. ഓക്കെ, അത് ഇനി വരാൻ പോകുന്ന മാച്ചസിൽ റെഡിയാക്കും. അവർക്ക് 90 മിനിറ്റും കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടേതായുള്ള സിംഗ് ഹോസെ മൗറിനോ വരുത്താൻ നോക്കുന്നുണ്ട്. വരും മാച്ചസിൽ നമുക്ക് നോക്കാം. എന്തായാലും ലാലിഗ അസംബ്ലിന് അടിക്കണം, ചാമ്പ്യൻസ് ലീഗ് അടിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ 2 സീസണായിട്ട് മാനം വരായിരിക്കും നല്ലൊരു ട്രോഫി ഇല്ല, എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇല്ലാതെ വരും. ഇനി പുതിയ വന്ന സൈനിങ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഡംഫ്രൈസ് കിട്ടില്ല. നല്ല ഡിഫെൻഡിങ്, അറ്റാക്കിങ്ങിൽ നല്ലപോലെ കോൺട്രിബ്യൂഷൻ. എനിക്ക് സോഫാ സ്കോർ റേറ്റിംഗ് എനിക്ക് തോന്നുന്നു 6.5 അങ്ങാണ്ടായിട്ട് ഡംഫ്രൈസിന് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിന് റീസൺ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ വിട്ടേക്കാം. ഞാൻ പേഴ്സണലി മാച്ച് കണ്ടപ്പോൾ നല്ല ഡിഫെൻഡിങ്, നല്ല അറ്റാക്കിംഗ് വൈസ് നല്ലതുണ്ട്. ഫിസിക്കലി ഒരു പവർ ഉണ്ട്. ഓക്കെ, നമുക്ക് ട്രെൻഡ് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒഫൻസീവ് ആണ്. ട്രെൻഡ് കിഡിലും പ്ലെയർ ആട്ടോ. അക്യുറേറ്റ് ആയിട്ടുള്ള ക്രോസ് കൊടുക്കാൻ പറ്റിയ നല്ല കിഡിലും പ്ലെയർ ആണ്. അത് മാച്ചസിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഹോസെ മൗറിനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡംഫ്രൈസിനും ട്രെൻഡിനെയും ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ട്രെൻഡിനെ കുറച്ചും കൂടി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇറക്കാനും ചാൻസ് ഉണ്ട്. ട്രെൻഡിനെ കുറച്ചും കൂടി ഒഫൻസീവ് ആയി ഇറക്കിയിട്ട് ഡംഫ്രൈസിനെ ഡിഫൻസീവിൽ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡംഫ്രൈസസ് ഒരു കിഡിലും പ്ലെയർ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫിസിക്കലി ഒക്കെ പവർഫുൾ ആയിട്ടുള്ള പ്ലെയർ. ആ ഒരു സൈഡിൽ ആര് വന്നാലും അവന്മാരൊക്കെ പൂട്ടാൻ പറ്റിയ ഒരു കിഡിലും പ്ലെയർ. ഞാൻ ഡംഫ്രൈസിന് ആ ഒരു ബാഴ്സ വേഴ്സസ് ഇന്റർ മിലാൻ ആ ഒരു മാച്ചിന്റെ സമയത്താണ് ഇയാളെ നോട്ട് ചെയ്തത്. പിന്നെ ഇന്റർ മിലാന്റെ മാച്ചസ് ഒന്നും അധികം ഞാൻ കാണാറില്ല പേഴ്സണലി, ടു ബി ഫ്രാങ്ക് പറയാലും. അപ്പോൾ റയലിൽ ഈ പുള്ളിയുടെ കളി കണ്ടപ്പോൾ നൈസ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല കളി, നല്ലൊരു ഓപ്ഷൻ ഫോർ ട്രാൻസ്ഫർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ കൊണാട്ടെ ഞാൻ വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു എനിക്ക് കൊണാട്ടെ. കാരണം ലിവർപൂളിന്റെ ചില മാച്ചസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പ്രീമിയർ ലീഗ് ആയാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. കാരണം കൊണാട്ടെ അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ലിവർപൂൾ തന്നെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവർ വെച്ചു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കൊണാട്ടെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാതെ ഫ്രീ ഏജന്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. പക്ഷേ ഡിഫൻസിൽ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് കൊണാട്ടെ കളിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ടു ബി ഫ്രാങ്ക് പറയാലോ. കാരണം റയൽ മാഡ്രിഡിന്റെ കഴിഞ്ഞ സീസണിലെ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൂഡിഗറും ഈ ഡീൻ ഹ്യൂസണ്, മിലിറ്റാവ് വല്ലപ്പോഴേക്ക് വരുള്ളൂ, പുള്ളിക്ക് അധികം ഇഞ്ചുറി ആയിട്ട് വല്ലപ്പോഴേക്ക് വരുള്ളൂ. പിന്നെ റൗൾ അസെൻസിയോ, ഇതൊക്കെ പരിതാപകരമായിരുന്നു. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ കൊണാട്ടെ ലിറ്റിൽ ബിറ്റ് ബെറ്റർ, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഡിഫൻസിൽ അതിൻ്റെതായുള്ള ലിമിറ്റേഷൻസ് നല്ല പോലെ ഉണ്ട്. ആ എസ്പിയാനോളെ എങ്ങനെ ഗോൾ സ്കോർ ചെയ്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്താ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ പറയും ഞാൻ. പിന്നെ കൊണാട്ടെ കുഴപ്പമില്ല. പിന്നെ ബെർണാഡോ സിൽവ മിഡിൽ പറ്റുന്ന പോലെ, ഈ ഫ്രണ്ട്ലീസിലൊക്കെ അടിപൊളിയായിരുന്നു, പറ്റുന്ന പോലെ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയധികം ഇമ്പാക്റ്റ് അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ബെർണാഡോ സിൽവ എന്ന് പറഞ്ഞാൽ 30 കഴിഞ്ഞൊരു പ്ലെയറാണ്. അപ്പോൾ അത്രയധികം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സിറ്റിയിലെ ലാസ്റ്റ് സീസണൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ വലിയ സുഖമൊന്നുമില്ല ബെർണാഡോ സിൽവ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരബിളി ബട്ട് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ കാർലോസ് എഫ്സി ഞാൻ പറഞ്ഞല്ലോ പൊസിഷണൽ സ്ട്രൈക്കറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിനീനെ ഒരു സൈഡിലും ഡയമണ്ടിനെ ഒരു സൈഡിലും എഫ്സിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടീം ചിലപ്പോൾ കിടിലനായിരിക്കും. പക്ഷെ എംബാപ്പെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. എംബാപ്പേനെ ഒരിക്കലും അങ്ങനെ പറഞ്ഞല്ല. അല്ലെങ്കിൽ എംബാപ്പെ ലെഫ്റ്റിൽ മറ്റേ ഡയമണ്ട് റൈറ്റിലും കാർലോസ് എഫ്സി സ്ട്രൈക്കറായിട്ട്. കാരണം കാർലോസ് എഫ്സി എന്ന് പറഞ്ഞൊരു പ്രോപ്പർ പൊസിഷണൽ സ്ട്രൈക്കറാണ്. ഗോൺസാലോ ഗാർസിയനൊക്കെ പറയുന്നത് പോലെ. അറിയില്ല ഈ ഒരു സാധനം പുള്ളിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ മാച്ചിൽ 10 മിനിറ്റേ പുള്ളി ഇറങ്ങിയുള്ളൂ, 10-15 മിനിറ്റേ പുള്ളി ഇറങ്ങിയുള്ളൂ എക്സ്ട്രാ ടൈമും. അത് പുള്ളി കിഡ്ലനായിട്ട് നല്ല പൊസിഷനിൽ എംബാപ്പയ്ക്കും ബിനിക്കും സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള റണ്ണുകളൊക്കെ നടത്തി കിഡ്ലനായിട്ട് കളിച്ചു ഡയമണ്ടേക്കും. ഓക്കെ,
അപ്പോൾ കാർലോസ് എപ്സിയും കൊള്ളാം. പിന്നെ ഞാൻ ഡയമണ്ട് ഭയങ്കര 130 മില്യൺ വേൾഡ് റയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററിയിൽ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫർ ആണ് ഞാൻ ഡയമണ്ടിന്റെ ഇപ്പോൾ കറന്റ് നടന്നിട്ടുള്ളത്. ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് റൊണാൾഡോ, ബെൻസിമ, ഹസാർഡ് ഇവരൊക്കെ താഴെയാണ്. ഞാൻ ഡയമണ്ടിന് ഏറ്റവും ടോപ്പിൽ 19-കാരനായി ഈ ചങ്ങായിക്ക് ഇത്രയധികം പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് കൊടുത്തതിലല്ല, ബട്ട് സ്റ്റിൽ പുള്ളി പ്രൈസിന്റെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പുള്ളി ഒരു ഭയങ്കര എജിലിറ്റി ഉള്ള ഭയങ്കര എന്താ പറയാ ഒരു ടൈപ്പ് പേസിങ് ടൈപ്പ് പ്ലെയർ ആണ്. നല്ല ഡ്രിബ്ലിംഗ് ഉണ്ട്. പുള്ളിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാൻ ഡയമണ്ടിന്റെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ 2 സീസൺ അതിൽ റൈറ്റ് വിങ് വലിയ സുഖമില്ല. റോഡ്രിഗോ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നത് അത് സക്സസ് ആയിരുന്നു. പിന്നെ കാർലോ ആൻസലോട്ടി പോയതിനു ശേഷം സാബി അലൻസോക്ക് റോഡ്രിഗോനെ റൈറ്റിൽ ട്രൈ ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. പസ്തൻ തുവാനെ കൊണ്ടുവന്നു. പുള്ളി ചില മാച്ചസിൽ അടിപൊളിയായിരിക്കും, ചില മാച്ചസിൽ സമ്പൂർണ്ണ പരാജയമായിട്ട് മാറുകയാണ്. പിന്നെ ബ്രൈം ഡൈസിനെ കൊണ്ടുവരലുണ്ട്, പക്ഷെ അതും അത്രത്തോളം അങ്ങോട്ട് സക്സസ് ആവാറില്ല ബിഗ് മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത് എസ്പെഷ്യലി. അപ്പം അങ്ങനെയൊക്കെ ആയ സമയത്ത് റൈറ്റ് വിങ് ഒരു കഴിഞ്ഞ 2 സീസണായിട്ട് പ്രശ്നമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. പ്രോപ്പർ ഒരു റൈറ്റ് വിങ്ങർ ഇല്ല. അത് അവിടെ നമുക്ക് ഈ ഒരു ഞാൻ ഡയമണ്ടിനെ പ്ലേസ് ചെയ്തിട്ട് അടിപൊളിയാക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഞാൻ ഡയമണ്ടിനും കുഴപ്പമില്ല. ഓക്കെ, ഇതുവരെ ഇപ്പോൾ പുതിയ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞില്ലേ, പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഒരു മാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ ബ്യൂട്ടിഫുൾ അസിസ്റ്റ് ഫ്രം ആർദെ ഗൂളർ. 15ാമത്തെ മിനിറ്റിൽ തന്നെ ബെല്ലിംഗാം ഒരു കിഡ്ലൻ ഹെഡ് ഗോൾ സ്കോർ ചെയ്തു. ബെല്ലിംഗാമിനെ ആർദെ ഗൂളറിനെ കുറിച്ച് എന്താണ് പറയാ, അടിപൊളി പ്ലേയേഴ്സ് രണ്ടും. ഭയങ്കര വെടിമറ ചൂടൻ ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പീക്ക് ഹാർഡ് വർക്കിംഗ്. ഞാൻ വേണമെങ്കിൽ 2 കമ്പാരിസൺ ഇവിടെ വെക്കാം. വിനിയും അല്ലെങ്കിൽ എംബാപ്പെ, വിനി വേഴ്സസ് എംബാപ്പെ വേഴ്സസ് ബെല്ലിംഗാം. ഇതിൽ ആരെ സ്ട്രൈക്കർ നിങ്ങൾ തന്നെ പറയണം. എനിക്ക് പാസസ് ഒക്കെ നോക്കണേ സംഭവം ശരിയാണ്. മിഡ് ഓപ്പോസിഷൻ ബോക്സിലുള്ള ടച്ചസിന്റെ എണ്ണൊക്കെ നോക്കിയാൽ മതി. ബെല്ലിംഗാം 10, 11, വിനി 4, 3, എംബാപ്പെ 8, 9. ബെല്ലിംഗാമിനെ കൂടുതൽ ടച്ചസ് ഉള്ളത്. ബെല്ലിംഗാം ഇസ് എ മിഡ്ഫീൽഡർ. ആരെവിടെ സ്ട്രൈക്ക്, ആരെ ഫോർവേഡ് ആരാ പേഴ്സണലി അങ്ങനെയൊക്കെ തോന്നിപ്പോവും. ഫസ്റ്റ് മാച്ചാണ്, ബട്ട് സ്റ്റിൽ ബെല്ലിംഗാം കാണിക്കുന്ന ആ ഒരു ഹാർഡ് വർക്ക് ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. ആർദെ ഗൂളർ കാണിക്കുന്ന ആ ഒരു പാഷൻ, റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിൽ മിഡിൽ കാണിക്കുന്ന ആ ഒരു പാഷൻ, അഗ്രസീവ്നെസ്, അതും അടിപൊളിയാണ്. പക്ഷേ ഈ ഹോസെ മൊറീനോന്റെ പ്രശ്നം എന്താ പറയുക, അടിപൊളിയായിട്ട് കളിച്ച പ്ലേയേഴ്സ് ബെല്ലിംഗാം, ആർദെ ഗൂളർ, ബെർണാർഡോ സിൽവ ഇവന്മാരൊക്കെ പിൻവലിച്ചിട്ട് മറ്റേ അടുത്ത ആൾക്കാരെ കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു വിനി എംബാപ്പേനൊക്കെ പിൻവലിക്കുന്നതാണ്. പക്ഷെ അവർക്ക് ടൈം കൊടുക്കണം. കാരണം ടൈം കൊടുത്തു കഴിഞ്ഞ് ആ ഒരു റിതം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡിലം പ്ലേയേഴ്സ് ആണ് എംബാപ്പെ, വിനി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർക്ക് ടൈം കൊടുക്കണം, കൊടുത്തേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിലൊക്കെ കളി മൊത്തം റയലിന്റെ കയ്യിലാട്ടോ. 63% പൊസിഷൻ റയലിലാണ്. 21 ഷോട്ട് റയൽ മാഡ്രിഡ് എടുത്തിട്ടുണ്ട്. 9 ഓൺ ടാർഗറ്റ് ഉണ്ട്. 3 ബിഗ് ചാൻസസ് കിട്ടിയിട്ടുണ്ട്. 5-6 ബിഗ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. 5 ബിഗ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. 3 മിസ് ചെയ്തു. അപ്പുറത്ത് അത്ര വലിയ കളികളൊന്നുമില്ല. അവർ കുറച്ചും കൂടി ഡിഫൻസീവിലാണ് എസ്പാനിയോട് കളിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ അതിൻ്റെതായുള്ള കാര്യങ്ങൾ റയൽ മാഡ്രിഡിന്റെ കയ്യിൽ. പക്ഷെ ഒരു ഫിനിഷിങ് കണ്ടെത്തുന്നില്ലടേ, അതൊരു പ്രശ്നമാണ്. എംബാപ്പെ, വിനി അതുപോലത്തെ ഡയമണ്ട് ഇതുപോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫിനിഷിങ് കണ്ടെത്താൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഇനി റോഡ്രിഗോനെ എന്താ ഇറക്കാത്തത് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഇല്ല, സ്ക്വാഡിലും ഇല്ലായിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആര് വരുമായിരിക്കും, ACL ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് പുള്ളി വരുമായിരിക്കും, സർജറി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ ഒരു അൺസങ് ഹീറോ ഉണ്ട് അവിടെ, തിബോ കോർട്ടുവ. പുള്ളി ആസ് യൂഷ്വൽ, ഞാൻ കഴിഞ്ഞ സീസണിൽ കോർട്ടുവ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആസ് യൂഷ്വൽ കിടിലം പെർഫോമൻസ്. അത്ര നമുക്ക് തിബോ കോർട്ടുവിനെ കുറിച്ച് പറയാനുള്ളത്. ആ ചങ്ങായി അവിടെ ഉള്ളത് എന്നൊരു കോൺഫിഡൻസ് ആണ്. പേഴ്സണലി ഡിഫൻസ് ഷോക്ക് ആണെങ്കിൽ ആ ചങ്ങായി സേവ് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. കൊളാട്ടെ വന്നതോടുകൂടി എനിക്ക് ഡിഫൻസിൽ കുറച്ചും കൂടി ഒരു പ്രതീക്ഷ. അയ്യോ, കുക്കുറിലിനെ പറയാൻ മറന്നു. 64ാമത്തെ മിനിറ്റിൽ കരേരാസിനെ മാറ്റി കുക്കുറിലിനെ കൊണ്ടുവന്നു. കരേരാസ് നമുക്കറിയാം കുറച്ചും കൂടി ഒരു പേസിങ് ഇച്ചിരി കുറവുള്ള പ്ലെയർ ആണ്. ഒരു ബോൾ ഉണ്ടായിരുന്നു വിനിയൊക്കെ ഇട്ട് കൊടുത്ത്, അത് പേസ് ചെയ്ത് നല്ലൊരു സ്പ്രിന്റ് ഉള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് പുള്ളിക്കന്നെ ഷോട്ട് അടിക്കാൻ പറ്റിയ ടൈപ്പ് ബോളായിരുന്നു അത്. പക്ഷേ കരേരാസ് അത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പുള്ളിക്കത്, പിന്നെ പുള്ളിക്ക് എംബാപ്പയ്ക്ക് പാസ് കൊടുത്തു, പക്ഷെ അതൊന്നും വർക്കായില്ല പേഴ്സണലി. അപ്പോൾ കരേരാസിനെ മാറ്റി കുക്കുറിലിനെ കൊണ്ടുവന്നു. കുക്കുറിലെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സിൽ ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് തന്നെയായിരിക്കും മൊറീനോ യൂസ് ചെയ്യാൻ പോകുന്നതും. കാരണം എനിക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ബോൾ കിട്ടും ആ സൈഡിലൂടെ. കുക്കുറല്ല ഒഫൻസീവ് ആണ്, ഡിഫൻസീവ് ആണ്, അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലെയർ ആണത്. അപ്പോൾ കുക്കുറലയും കണ്ടിടത്തോളം നൈസാണ്, റയലിൽ സെറ്റായി വരുമെന്ന് തന്നെ. ഇവർക്ക് ഇഞ്ചുറി ഇല്ലാതെ കളിച്ചാൽ മതി, അത് മാത്രമേ എനിക്ക് ഒരു ഒരു ആഗ്രഹമുള്ളത്. ടു ബി ഫ്രാങ്ക്, ഇഞ്ചുറി വരാതെ കളിച്ചാൽ മതിയായിരുന്നു ഇവന്മാരൊക്കെ. വരട്ടെ, റയലിന്റെ കളികൾ ഇനിയും കുറെ കാണാനുണ്ട്. പക്ഷെ പ്രതീക്ഷ അത്ര ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് എത്ര എച്ചാത്തി സ്കോഡാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ കോർട്ടുവ, ഡംഫ്രൈസ്, കൊണാട്ടെ, പിന്നെ ആരെ ഹ്യൂസൺ, ലെഫ്റ്റ് വിങ്ങിൽ ലെഫ്റ്റ് ബാക്കായിട്ട് കരേരാസ്, കുക്കുറല്ല, പിന്നെ മിഡ് വാൽവെർദെ ഇന്നത്തെ മാച്ച് കുഴപ്പമില്ല, ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. വാൽവെർദെ, ആർദെ ഗൂളർ, ബെല്ലിംഗാം, വിനി, എംബാപ്പെ. എന്തുവാടേ ഇത്, എച്ചാത്തി സ്കോഡാത്. ഈ ടീമിനെ വെച്ച് ഈ ഒരു പെർഫോമൻസ് അല്ല വേണ്ടത്. ഓക്കെ,
ജോസെ മൊറീനിയോ പറഞ്ഞല്ലോ ആ ഒരു മുന്നിലുള്ള ഒരു എംബാപ്പെ വിനി ഹാൻഡിൽ ചെയ്ത് അതിനൊരു പരിധി വരെ 50% പ്രശ്നം തീരുന്നു. പിന്നെ മിഡിലുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പിന്നെ എൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നെക്സ്റ്റ് മാച്ചിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. താങ്ക് യു സോ മച്ച്.